നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 45 വയസ്സുള്ള കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയുടെ പ്രശ്നം വിട്ടുമാറാത്ത നടുവേദനയാണ്. തുടങ്ങിയിട്ടൊരു 3 വർഷത്തിൽ കൂടുതലായി. ചെയ്യാത്ത ചികിത്സകളില്ല, കാണാത്ത ഡോക്ടർമാരില്ല. വ്യത്യസ്ത വൈദ്യശാസ്ത്ര ശാഖകളിൽ പെടുന്ന ഡോക്ടർമാരെയൊക്കെ മാറി മാറി കാണിച്ചിട്ടുണ്ട്. നാട്ടുവൈദ്യം പരിശോധിച്ചിട്ടുണ്ട്. ആയുഷ് വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ ചികിത്സകളും ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷേ വേദന കുറയുന്നില്ല എന്നുള്ളതാണ്. വേദനയുടെ ഒരു പ്രത്യേകത, അത് പലപ്പോഴും രാവിലെ സമയത്താണ് തീവ്രമായിട്ടുള്ളത്. ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ആ വേദന കൂടുന്നു, ഓഫീസിൽ കസേരയിൽ ഇരിക്കുമ്പോൾ വേദന കൂടുന്നു. അവധി ദിവസങ്ങളിലൊന്നും അങ്ങനെ വേദന കാര്യമായിട്ടില്ല. വൈകുന്നേരം വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, ഒന്ന് സമാധാനമാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പല ആളുകളും ചോദിക്കുന്നത്, സാധാരണ ഈ നടുവേദന എന്ന് പറയുന്നത് ശരീരം കുറച്ച് അധ്വാനിക്കുമ്പോഴാണല്ലോ വരേണ്ടത്, വൈകിട്ടല്ലേ വരേണ്ടത്, ഇവിടെ നേരെ തിരിച്ചാണല്ലോ എന്ന് പലരും പറയുകയും ചെയ്യുന്നുണ്ട്. എല്ലാത്തരം ടെസ്റ്റുകളും ചെയ്തു നോക്കി. നട്ടലിൻ്റെ MRI സ്കാൻ അടക്കം, രക്തപരിശോധനകളടക്കം എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കി. അതിലൊന്നും ഈ വലിയ നടുവേദന വരേണ്ട തരത്തിലുള്ള കാരണങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ എന്നാലും ഇത് വലിയൊരു പ്രശ്നമായി തുടരുന്നു. ആ വ്യക്തിക്ക് സഹിക്കാനാകാത്ത ഒരു ബുദ്ധിമുട്ടായിട്ട് ഈ നടുവേദന വരികയാണ്. ഇത് ഒരിക്കലും മാറാത്ത ഒരു മാറാരോഗമാണോ, ഒരു ഡോക്ടർമാർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു രോഗമാണോ എന്നുള്ള തരത്തിലേക്കാണ് അവർ ചിന്തിക്കുന്നത്. അടുത്ത കാലത്തായിട്ട് ഇത് മറ്റു ചില പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. ഈ നടുവേദന മാത്രമല്ല, കൈക്കും കാലിനും ഒക്കെ പെരുപ്പ് വരുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, വിശപ്പ് കുറയുന്നു, അങ്ങനെയുള്ള കുറച്ച് ലക്ഷണങ്ങളും കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ വ്യക്തിയെ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സൊമറ്റോഫോം പെയിൻ ഡിസോർഡർ അല്ലെങ്കിൽ മനോജന്യ വേദനാരോഗം എന്ന് പറയുന്നൊരവസ്ഥയുടെ ലക്ഷണങ്ങളാകാം. ആ വേദന എന്ന അനുഭവം തീവ്രമാണ്, അതവരനുഭവിക്കുന്നത് സ്വാഭാവികമാണ്, അതൊരു കള്ളം പറയുന്ന ഒന്നുമല്ല. പക്ഷേ അത്തരത്തിൽ വേദന ഉണ്ടാകാൻ പാകത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല. നട്ടലിൻ്റെ ഡിസ്ക് തെറ്റിക്കിടക്കുകയോ അല്ലെങ്കിൽ സ്പൈനൽ കനാൽ സ്റ്റീനോസിസോ അല്ലെങ്കിൽ എല്ലുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഒരു വേദന വരേണ്ട തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്നിട്ടും വേദന ബാക്കി നിൽക്കും. നമ്മൾ ഈ വേദന എന്ന് പറയുന്ന 2 തരം വേദനകളുണ്ടെന്ന് പറയും. ഒന്ന് പെരിഫറൽ പെയിൻ എന്ന് പറയും. എവിടെയെങ്കിലും കൈയോ കാലോ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേദന വരാം, അവിടെ ക്ഷതമേൽക്കുന്ന പോലെ. 2 സെൻട്രൽ പെയിൻ എന്ന് പറയും. ഈ വേദന എന്ന അനുഭവത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ചില രാസവസ്തുക്കളാണ്. അപ്പോൾ തലച്ചോറിലെ നോറെപ്പിനെഫ്രിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് കുറഞ്ഞു നിന്നാൽ ചെറിയ വേദനകൾ പോലും വളരെ പർവ്വതീകരിക്കപ്പെട്ട രീതിയിൽ നമുക്ക് അനുഭവപ്പെടും. അതിനെ നമ്മൾ സൊമറ്റോ സെൻസറി ആംപ്ലിഫിക്കേഷൻ എന്ന് പറയും. ഈ നോറെപ്പിനെഫ്രിൻ്റെ ലെവൽ കുറഞ്ഞു നിൽക്കാൻ പലപ്പോഴും ഈ വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികളിൽ ഇതിൻ്റെ അളവ് കുറവായിരിക്കും. ഇപ്പോൾ നമുക്ക് 25 കോടി രൂപയുടെ ലോട്ടറി ടിക്കറ്റ് അടിച്ചതായിട്ടൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നു. നമ്മൾ ആ ലോട്ടറി പൈസയാക്കാൻ ഓടുന്ന വഴിക്ക് കാല് എവിടെയെങ്കിലും ശക്തിയായിട്ട് തട്ടിയാൽ പോലും നമ്മൾ വേദന അറിഞ്ഞൊന്നും വരില്ല. കാരണം നമ്മുടെ മനസ്സ് വളരെ സന്തുഷ്ടമാണ്, തലച്ചോറിലെ നോറെപ്പിനെഫ്രിൻ ഉയർന്നു നിൽക്കുകയാണ്. എന്നാൽ തൊട്ടടുത്ത ദിവസം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി. ഒരു ചെറുപ്പക്കാരൻ വാഹനാപകടത്തിൽ ആകസ്മികമായി മരിച്ചു. നമ്മൾ ഷോക്ക്ഡായി. നമ്മൾ ആ മരണ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ തലേ ദിവസം ലോട്ടറി പൈസയാക്കാൻ ഓടിയപ്പോൾ തട്ടിയ ആ സ്ഥലത്ത് തന്നെ 10-1 തീവ്രതയിൽ തട്ടിയാൽ പോലും വല്ലാതെ വേദന വരും. കാരണം അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ നോറെപ്പിനെഫ്രിൻ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ വേദന പോലും വലിയ തോതിൽ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ ഈ തലച്ചോറിലെ നോറെപ്പിനെഫ്രിൻ ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ടത്. ആ മരുന്നുകൾ ഉപയോഗിച്ചാൽ തലച്ചോറിലെ നോറെപ്പിനെഫ്രിൻ്റെ അളവ് നോർമലാകുന്ന മുറയ്ക്ക് ഈ ലക്ഷണങ്ങൾ പതിയെ പതിയെ കുറഞ്ഞു തുടങ്ങും. ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. നോറെപ്പിനെഫ്രിൻ ക്രമീകരിക്കുന്ന മരുന്നുകൾ കൊടുത്തപ്പോൾ വേദനയുടെ തീവ്രത കുറഞ്ഞു വന്നു, ഉറക്കം ശരിയായി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, വിശപ്പൊക്കെ നോർമലായി, കൈയുടെയും കാലിൻ്റെയും പെരുപ്പ് കുറഞ്ഞു വന്നു. ഏതാനും 4 ആഴ്ച സമയം കൊണ്ട് ആ 3 കൊല്ലമായി വിട്ടുമാറാതെ നിന്ന വേദന ഏതാണ്ട് പരിപൂർണമായിട്ട് തന്നെ മാറിയെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് പലപ്പോഴും പരിശോധിക്കുന്ന ഡോക്ടർമാർ പോലും ഇത് നിങ്ങളുടെ തോന്നലാണ് എന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഇത് തോന്നലെന്ന് പറഞ്ഞുകൂടാ. കാരണം അവരുടെ ആ വേദന എന്ന അനുഭവം യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ വേദന ഒരിക്കലും ഒരു മാരകമായ രോഗത്തിൻ്റെ ലക്ഷണമല്ല, അവർക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു രോഗത്തിൻ്റെ ലക്ഷണവുമല്ല. അത് തലച്ചോറിലുള്ള രാസവസ്തുക്കളുടെ അളവിലെ ഒരു വ്യത്യാസം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിട്ടുമാറാൻ നിൽക്കുന്ന വേദന ഇത് പലതരത്തിൽ വരാം. നടുവേദനയാകാം, കഴുത്ത് വേദനയാകാം, കൈകാലുകൾക്ക് വേദനയാകാം. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ സൊമറ്റോഫോം പെയിൻ ഡിസോർഡർ ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ
തലച്ചോറിലെ രാസവസ്തുക്കളെ ക്രമീകരിക്കുന്ന മരുന്നുകൾ തന്നെ അതിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കണം. ചികിത്സയിലൂടെ വളരെ ഫലപ്രദമായിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. നമസ്കാരം.